കോട്ടന്റെ മിറർ വർക്ക് കുർത്തീസിന്റെ മാത്രമായിട്ടൊരു കളക്ഷൻ ആട്ടോ. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്കുണ്ട്. എല്ലാം തന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 799 ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുന്ന റേറ്റിലേക്കാണ്. എല്ലാം തന്നെ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത്. അതിനകത്തേക്ക് തന്നെ നല്ല ഒരു ഹെവി ആയിട്ട് കട്ട് ബീഡ്സും മിറർ വർക്കൊക്കെ വെച്ച് യോക്ക് പോർഷൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കുർത്തീസാണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ കണ്ട പ്രൊഡക്ട്സും ഉണ്ടാകും, അല്ലാതെ നമ്മൾ ഷോപ്പിൽ വന്നിട്ടുള്ള ലിമിറ്റഡ് കളക്ഷൻ്റെ ഒക്കെ ഉണ്ടാവും. സൈസസ് കട്ട് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു 799 ഫ്രീ ഷിപ്പിംഗ് എന്ന് പറഞ്ഞ റേറ്റിലേക്ക് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കേട്ടോ നമ്മൾ വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ അതിനകത്തേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്നൊരു പാച്ച് അറ്റാച്ച് ചെയ്തിട്ട് പിങ്ക് ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിലേക്കുള്ള ഹാൻഡ് വർക്കാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് വിത്ത് കോട്ടൺ ലൈനിങ് ആണ്. ഇതിനകത്ത് ലാർജ് സൈസ് ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ എക്സൽ ആയിട്ടേക്കുന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ലൂസ് ഫിറ്റിലേക്ക് വന്നേക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ കറക്റ്റ് സൈസ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. എല്ലാം തന്നെ നമ്മുടെ ഒരു മെഷർമെൻറ്റ് ഫോളോ ചെയ്ത് വന്നേക്കുന്ന ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കൂടെ മാത്രമേ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാവുള്ളൂ. കാരണം ഇത് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളത് നമ്മൾ വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചിലതിൻ്റെയൊക്കെ ചില സൈസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ സൈസ് ഉണ്ടോ ഈ സൈസ് ഉണ്ടോ എന്ന് നിങ്ങൾ വാട്സാപ്പിൽ ചോദിക്കരുത് കേട്ടോ. വാട്സാപ്പിൽ നിങ്ങൾക്ക് റിപ്ലൈ ഒക്കെ ഡിലേ ആവുന്നത് ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റ് സെയിലുള്ളതെന്ന് പറഞ്ഞാലും കുറേ പേര് വാട്സാപ്പിനകത്തേക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ വെബ്സൈറ്റിനകത്തേക്കാണ് നമ്മൾ പ്രശ്നം കൊണ്ടുവന്നേക്കുന്നത്. അപ്പം നെക്സ്റ്റ് വണ്ണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മസ്റ്റർഡ് യെല്ലോ ആൻഡ് ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാച്ച് അയ്യോ പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. സ്ലിറ്റഡ് പാറ്റേണിലേക്കാണ് എല്ലാം തന്നെ വന്നേക്കുന്നത്. വിത്ത് കോട്ടൺ ലൈനിങ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിക്കപ്പ് ബ്ലൂ ആൻഡ് ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിലേക്ക് റെഡ് രജരക്കിൻ്റെ പാച്ച് അയോക്കിലേക്ക് യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ജസ്റ്റ് കുർത്തിയുടെ ആ ഒരു ഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പറഞ്ഞാൽ നല്ലൊരു പിങ്ക് ആൻഡ് ഒരു ബ്ലാക്ക് കോമ്പിനേഷനിലേക്കാണ് ബാക്ക് പോർഷനിലേക്ക് വരുന്നത്. ഇങ്ങനെയാണ് നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ യോക്കിലേക്ക് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ നെക്സ്റ്റ് വൺ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ട പീകോക്കിൻ്റെ തന്നെ മെറൂൺ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലേക്ക് സെയിം കൈൻഡ് ഓഫ് പ്രിൻറ്റുകൾ തന്നെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇടാൻ വേണ്ടിയിട്ടും നല്ല കംഫർട്ടബിൾ ആട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഡസ്റ്റി ആയിട്ടുള്ളൊരു ബ്ലൂ കളറിലേക്ക് ബ്രൈറ്റ് ഒരു റെഡ് കളറിലെ അജരക്കിൻ്റെ പാച്ച് യൂസ് ചെയ്തേക്കുന്നതാണ്. ഒത്തിരി ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള പ്രിൻറ്റുകളല്ല കേട്ടോ ഇതിൻ്റേത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ചിലതിൻ്റെയൊക്കെ പ്ലസ് സൈസ് ആയിരിക്കും 4X. ഇത് 4Xലാണ് സൈസ് വന്നേക്കുന്നത്. അപ്പോൾ സൈസസ് നിങ്ങൾ നോക്കിയിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്ന ആ ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ഒരു നിയോൺ പീച്ച് ആൻഡ് ഒരു ബ്ലൂ കോമ്പിനേഷനിലേക്ക് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. നല്ലൊരു ബ്രിക്ക് റെഡ് കളറിലെ അജരക്കിൻ്റെ പാച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാത്തിൻ്റെ തന്നെ പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ്. ഇങ്ങനെയാണ്. യോക്കിനകത്തിന് ചെറിയ എന്തെങ്കിലും ഡിഫറൻസുകൾ വന്നെങ്കിലേ ഉള്ളൂ. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രിക്ക് ആൻഡ് ബ്ലാക്ക് ചിക്കു കോമ്പിനേഷനിലേക്ക് വന്നേക്കുന്നതാണ്. ഇതാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ തന്നെ കളർ ചേഞ്ച് നേരെ ഓപ്പോസിറ്റായിട്ട് ബ്ലാക്ക് ആട്ടോ ഇതിൻ്റെ ബേസ് ബോളിലേക്ക് വന്നേക്കുന്നത്. ഒരു ചിക്കു ആൻഡ് ഒരു ബ്രിക്ക് കോമ്പിനേഷനിലേക്ക് യോക്കും ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നേക്കുന്ന ഒരു ഇൻഡിഗോ ആൻഡ് ഒരു വൈറ്റിൻ്റെ സിക്സാക് പ്രിൻ്റ് ആണ്. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഡസ്റ്റി ആയിട്ട് തന്നെ വരുന്നൊരു പ്രിൻ്റ്. ഒരു ലൈറ്റ് ഒരു ടീൽ ബ്ലൂ പോലത്തെ ഒരു കളറാണ്. ഈ ഒരു രീതിയിലേക്കാണ് ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി ഇൻഡിഗോയുടെ തന്നെ കുറച്ചുകൂടി ഒരു ഷെയ്ഡഡ് പോലത്തെ ഒരു കൈൻഡ് ഓഫ് പ്രിൻറ്റുകളാണ് വി ആ നെക്ക് കൊടുത്തേക്കുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമ്മളിതിന് തൊട്ടിട്ട് ഇതിപ്പോൾ സ്ലിറ്റഡിൻ്റെ അജ്രക്കിൻ്റെ മിറർ വർക്ക് വരുന്ന കുർത്തീസാണ്. നമ്മൾ അടുത്ത് തന്നെ നമ്മളിതിൻ്റെ അനാർക്കലീസിൻ്റെയും കൂടെ നമ്മൾ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. എല്ലാം തന്നെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലേ ഉണ്ടാകത്തുള്ളൂ. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്രിക്ക് കളറിലേക്ക് തന്നെയാണ്. അതിന് സെൽഫായിട്ട് അതിനകത്ത് ഇങ്ങനെ തന്നെ ആ സെൽഫ് അതിൻ്റെ തന്നെ പാച്ച് തന്നെ യൂസ് ചെയ്തിട്ട് മിറർ വർക്ക് ചെയ്തേക്കുന്നതാണ്. ബാക്കിലേക്ക് വരുന്നത് നെക്സ്റ്റ് വൺ വന്നേക്കുന്ന ഒരു സ്ട്രൈപ്പ് പാറ്റേണിലേക്കാണ്. നല്ലൊരു ബ്രിക്ക് കളർ ആൻഡ് ഒരു നേവി ബ്ലൂ കോമ്പിനേഷനിലേക്കാട്ടോ ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു സമ്മറിലേക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കുർത്തീസാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ഒരു ഗ്രീൻ കോമ്പിനേഷനിലേക്കാട്ടോ. യെല്ലോയും കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ത്രെഡ്സ് വെച്ചിട്ട് മിറർ വർക്ക് ചെയ്തേക്കുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്നത് ഒരു ഒത്തിരി ബ്രൈറ്റ് അല്ല, അത്യാവശ്യം ഒരു ഡസ്റ്റി ആയിട്ട് വന്നേക്കുന്ന പ്രിൻറ്റുകളാണ്. ഇതൊക്കെ വലിയ സൈസുകളാട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു രീതിയിലേക്കാണ്. നെക്സ്റ്റ് വൺ വരുന്നത് കുറച്ചുകൂടി ഒരു
റസ്റ്റ് കൂടിയ ഒരു ബ്രിക്കിൻ്റെ ഷെയ്ഡാട്ടോ ഇതിൻ്റെ പാച്ചായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ബ്ലാക്കാണ് ഇതിൻ്റെ ബോഡിയിലേക്ക് വന്നേക്കുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മളിപ്പോൾ ഓഫർ സെയിൽ വീഡിയോസൊക്കെ നമ്മളിപ്പോൾ ഒരു ഡെയിലി നമ്മളൊരു 10 വീഡിയോസ് വരെ നമ്മൾ ചിലപ്പോൾ ചെയ്യാറുണ്ട്. എല്ലാ അവർലിയും 9 o'clock 10 o'clock 11 o'clock അങ്ങനെ ഈവനിങ് ഒരു 5 o'clock 6 o'clock വരെ നമ്മൾ എല്ലാ അവർലിയും വെച്ചിട്ട് നമ്മൾ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിരിക്കുക. ഇനി നമ്മൾ വീഡിയോക്കകത്ത് നിങ്ങൾ കാണുന്നതിൽ നിങ്ങൾ ഇടയ്ക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് കയറി നോക്കുക. പ്രൊഡക്ട്സ് ഒക്കെ പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നേക്കുന്നത് എങ്ങനെയാണ്, ഗ്രീൻ കളറിലേക്കാണ്. നെക്സ്റ്റ് വൺ വന്നേക്കുന്ന ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. ബ്രിക്ക് റെഡിൻ്റെ ഒരു നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു റെഡ് കളറിലെ അജ്രക്കിൻ്റെ പാച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ലാസ്റ്റ് വൺ വന്നേക്കുന്നു ബ്ലാക്ക് ആൻഡ് ഒരു റെഡ് കോമ്പിനേഷനിലേക്ക് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കിലേക്ക് വരുന്നത് ഇങ്ങനെ. അപ്പം ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. കാരണം ബ്ലാക്കിൽ തന്നെ നമ്മൾ 10 പ്രിൻ്റോളം നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂസിങ്, ലിമിറ്റഡ് ക്വാണ്ടിറ്റി ഉള്ളൂ. വെബ്സൈറ്റുകാർക്ക് മീൻസ് വാട്സാപ്പുകാർക്ക് വെബ്സൈറ്റിൽ കൂടെ ഓർഡർ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്റ്റാഫിന്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റ് ത്രൂ മാത്രമായിരിക്കും അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഇനി അതല്ലാതെ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയിലേക്ക് വരുന്ന എല്ലാം തന്നെ നമ്മളൊരു 11 o'clock രാവിലെ ഒരു 11 മണിക്ക് മുന്നേ തന്നെ നമ്മൾ വീഡിയോസ് മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഈ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ അവർലി വെച്ചിട്ട് ഈവനിങ് വരെ എല്ലാ അവർലിയും 9 o'clock 10 o'clock 11 o'clock വെച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. മാക്സിമം എല്ലാവരും നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ തന്നെ പർച്ചേസ് ചെയ്യാം.